ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എൻ്റെ സഹോദരി സഹോദരന്മാർക്കും ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ തൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നു. ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ദൂതന്മാർ, നിങ്ങളുടെ മാലാഖമാർ എപ്പോഴും സ്വർഗത്തിൽ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടിരിപ്പുണ്ട്. ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മാലാഖ പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ എപ്പോഴും ആ പിതാവായ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലായിരിക്കുന്ന നിങ്ങളെ സഹായിക്കുവാൻ ദൈവമയച്ച കാവൽ മാലാഖ നിങ്ങളുടെ ഒപ്പമുണ്ട്. അതായത് ഒരു മനുഷ്യനെ സഹായിക്കുവാൻ ഭൂമിയിലും സ്വർഗത്തിലും 2 മാലാഖമാർ എപ്പോഴും തയ്യാറായി നിൽക്കുകയാണ്. നീ ഭൂമിയിൽ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുൻപിൽ നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, അതേ നിമിഷം തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിന്റെ മാലാഖ പിതാവായ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടും ഇരിപ്പുണ്ട്. നീ ചോദിക്കുന്നതെന്തും ദൈവത്തോട് നേരിട്ട് ചോദിക്കുവാൻ നിന്റെ മാലാഖ പിതാവായ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആകയാൽ ഈ തിരുവചനം ശ്രവിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒന്നിനെക്കുറിച്ചും, ഈ ഭൂമിയിലുള്ള ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി നിർത്തിയിരിക്കുന്ന മാലാഖയുടെ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് നിനക്ക് വാങ്ങുവാൻ സാധിക്കും. നിന്റെ മാലാഖ എപ്പോഴും പിതാവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളോട് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നത്, ഈ ഭൂമിയിലുള്ള ആരെയും നീ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഈ ഭൂമിയിലുള്ള ആരെയും നീ വേദനിപ്പിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. അതൊരു വാണിംഗ് ആണ്. കാരണം നീ നിന്ദിക്കുമ്പോൾ, നീ അവരെ വേദനിപ്പിക്കുമ്പോൾ, നീ ഒരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ, അവരുടെ സ്വർഗത്തിലെ മാലാഖ അത് തന്നെ ദൈവത്തോടും പറയും. അതായത് നമ്മൾ പറയാറുണ്ട്, ഹോട്ട് ലൈനാണ്. 2 രാജ്യത്തെ പ്രസിഡന്റുമാർ തമ്മിൽ ഹോട്ട് ലൈനിൽ സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. നീ ഇവിടെ ഭൂമിയിൽ എന്ത് ചെയ്താലും, നന്മയാണേലും തിന്മയാണേലും, അത് നിന്റെ സ്വർഗത്തിലെ മാലാഖ അത് ദൈവത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കും. നീ തിരുവചനം ശ്രവിക്കുന്ന ഈ സമയം സ്വർഗത്തിലെ മാലാഖ നിന്റെ പേര് ചൊല്ലി പറയും, ദൈവമേ, നിന്റെ വചനം അവൻ ശ്രവിക്കുകയാണ്, അവൾ ശ്രവിക്കുകയാണ്. നീ യാചിക്കുന്ന സമയം നിന്റെ സ്വർഗത്തിലെ മാലാഖ ദൈവത്തോട് പറയും, ആ മകൾ, ആ മകൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്.
ഇന്നത്തെ ദിവസം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ, ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. സ്വർഗത്തിലെ നിങ്ങളുടെ മാലാഖമാർ നിങ്ങൾക്ക് നന്മകൾ വിളമ്പിത്തരുവാൻ എപ്പോഴും ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. സമൃദ്ധമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചനം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുകൊള്ളുമ്പോൾ, ദൈവവേലയ്ക്കായി നിങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞ് മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ കർത്താവ് അവിടെയും നിങ്ങളെ അനുഗ്രഹിക്കുന്നത് കാണുവാൻ സാധിക്കും. ദൈവവചനം പങ്കെടുക്കുവാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലയിൽ അംഗമാവുകയാണ്. ദൈവത്തിന് നിങ്ങൾ മാനം നൽകുകയാണ്. ആ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് നിങ്ങളുടെ മാലാഖ വഴി ദൈവീക ദാനങ്ങൾ നിങ്ങൾക്ക് സമർത്ഥമായിട്ട് ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.